അപ്പോൾ ഇന്ന് നവംബർ 1 ഇന്ന് സിനോബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വെളുപ്പിന് ഏതാണ്ട് ഒരു 12 മണി, എത്ര മണിയാണെന്ന് പറയട്ടാ, ഒരു മിനിറ്റ്. കൃത്യം 12:01 നവംബർ 1 ആണ്. ഇന്ന് സിനോബിയുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് സിനോബിയുടെ ബർത്ത്ഡേക്ക് ആഘോഷിക്കാൻ വലിയ സംഭവമൊന്നുമില്ല. ക്യാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട്. താങ്ക് യു. പിന്നെയുള്ള കേക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർ. നേരത്തെ അറിയാതെ സസ്പെൻസ് തന്നെ, ഇത് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എന്താ പറയാ പുതിയ സംഭവം വന്നിട്ടുണ്ട്. പുതിയ ഹൈമാക്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്നാണ് ഉദ്ഘാടനം. ഇതാ കണ്ടത് ഇവിടെ. ഇന്ന് പറഞ്ഞാൽ ഇന്നലെ ആയിരുന്നു. കണ്ടോ വിരുത്തിയിൽ വൈകിട്ട് 6-ന്. ഓക്കെ, അപ്പൊ കേക്ക് റെഡിയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വിരുത്തി ജംഗ്ഷനിലാണ്. ഏതാണ്ട് നമ്മുടെ വീടിന് അടുത്ത് തന്നെയാ കേട്ടോ. ഒരു 100-150 മീറ്റർ ഉള്ളൂ. വാ. 1 2 3 4 and 5. ഓക്കെ, താങ്ക് യു. ഇത് കത്തിച്ച് തരാം. ഓ എൻ്റെ അമ്മ പവർഫുൾ ആണ്. ഓ അടിപൊളി. ആദ്യമായിട്ടാ ഇങ്ങനെ എടുത്തരിപ്പോ. ഇപ്പൊ സമയം വന്നത് 12:09. 12:01 മുതൽ നവംബർ 1 ആണല്ലേ? ഊതറ എവിടെ എന്ന് വരെ നടക്കൂ? ഊതറ. ഓക്കെ. ബാക്കി ടു യു. God bless you എന്ന് പറയടാ. Happy birthday to you. Happy birthday to you. Thank you. Happy birthday to you, Sinobi. Okay, that നമുക്ക് അപ്പോൾ ഇത് പൊട്ടിച്ച് പൊട്ടിക്ക്. Yes. ഒക്കെയല്ലേ ഒരു ആഘോഷം. റൂട്ട് ചെയ്ത് നമ്മുടെ എന്താ പറയാ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാക്കി ഇതുവരെ ആഘോഷിക്കാം അല്ലേ? ഞാനൊക്കെ ഈ സമയത്ത് വീട്ടിലെ പോക്കിടന്ന് ഉറങ്ങുമായിരിക്കും. എന്തായാലും കട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ എൻ്റെ ഭാര്യക്ക്. ഓക്കെ, ബാബ എടുത്തു കൊടുത്തേ. മമ്മിക്ക്. എടാ ചെറുക്ക, ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യടാ. ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലെസ് യു. ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. ഇത്തവണ ചെലവ് ചുരുക്കാൻ കാരണം 7-ാം തീയതി ചെറുക്കന്റെ ബർത്ത്ഡേ അന്ന് ആഘോഷിച്ചില്ലെങ്കിൽ ഞങ്ങളെ എന്റെ എന്താണ്ടൊക്കെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞു. സൈക്കിള് വേണമെന്ന് പറഞ്ഞു. ഇത്തവണ നടക്കൂല. ഇത്തവണ ബഡ്ജറ്റില്ലടാ. ബഡ്ജറ്റില്ല. ഇത്തവണ സ്കൂളിലോട്ട് മിഠായി അല്ലേ? മിഠായി മാത്രം പോരെ? സ്കൂളിലോട്ട് മിഠായി കൊടുക്കാൻ പാടില്ല, പച്ചക്കറി കൊടുക്കണം പറഞ്ഞ. അയ്യോ, ഒരു കാര്യം. വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ വന്നില്ല എന്നും പറഞ്ഞു ഉറക്കത്തിൽ നിന്ന് വിളിച്ചു എഴുതിപ്പിച്ചു പോന്നാ. ഇതെന്തായാലും അടിപൊളി സൂപ്പർ കേക്കാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റാണ്. സാധാരണ എനിക്ക് കപ്പ് കേക്ക് അത്ര ഇഷ്ടം ഉണ്ടാവാറില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ് കേട്ടോ. നീ വിചാരിച്ചോ ഇങ്ങനെ? ഇല്ല. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഹസ്ബൻഡ്. സാധാരണ ഇത്തരത്തിലുള്ള ബർത്ത്ഡേ ഒക്കെ എങ്ങനെ ആഘോഷിക്കാറ്? സാധാരണ എന്നെ അങ്ങനെ ആഘോഷിക്കാറില്ല, വീട്ടിൽ വെച്ചാണെങ്കിൽ ആഘോഷിക്കാറില്ല. പിന്നെ ചേച്ചിമാരെനിക്ക് കാർഡൊക്കെ തരാറുണ്ട്. പിന്നെ എന്ത് കാർഡ്? സാധാരണ നമ്മുടെ അവിടെ കിട്ടുന്ന കാർഡില്ലേ, അതുപോലത്തെ കാർഡ്. പിന്നെ അങ്ങനെയൊക്കെ അടിപൊളി. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ആഘോഷങ്ങളൊന്നുമില്ല. ഇത്തവണയും ആഘോഷമൊന്നും ഉണ്ടായില്ല. പിന്നെ ചെറിയ നമ്മുടെ ആഘോഷമൊക്കെ ഇതൊക്കെയാണ്. ഭയങ്കര കൊതുകാണ്. നമുക്ക് കൊതുകിനെ നമുക്ക് കൊട്ടേഷൻ കൊടുത്താലോ? ഈ കാണുന്ന ലൈറ്റ് എന്തായാലും ഇഷ്ടപ്പെടാ. സൂപ്പർ ലൈറ്റ് ആയണ്ടേ. ഈ കാണുന്ന പരിസരത്തൊക്കെ ഫുൾ ലൈറ്റാണ്. അവിടെ ഒക്കെ ലൈറ്റായി. പിന്നെ ഇതാ ഇങ്ങോട്ട് ലൈറ്റായി, ഇപ്പുറത്തോട്ട് ലൈറ്റ്. പട്ടിയുടെ ശല്യമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പത്തെ ലൈറ്റ് അത്യാവശ്യം അവിടെ ആയിരുന്നു. കൊള്ളാട്ടോ അല്ലേ? മിക്കവാറും ഹൈമാക്സ് ലൈറ്റിന്റെ അടിയില് ഫസ്റ്റത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആയിരിക്കും. ഓക്കെ, ശരി. അപ്പൊ വേറെ കാര്യമുണ്ട്, കേരളപ്പിറവിയാണ്.
ആ കേരളപ്പിറവിയാണ്. കേരളപ്പിറവിയുടെ എന്നാണ് ഞാൻ ജനിച്ചത്. കൊള്ളാം. എൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ കേരളപ്പിറവിയുടെ ആ മാസത്തിൽ തന്നെ ജനിച്ചേ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒറ്റ മാസം ജനിച്ചുകൊണ്ട് എനിക്കാ ബുദ്ധിമുട്ട്. പക്ഷേ 1-ാം തീയതി ഡേറ്റ് പറഞ്ഞു. 1-ാം തീയതി ഡേറ്റ് പറഞ്ഞ ശരിയാണല്ലേ. 1-ാം തീയതി ഡേറ്റ് പറഞ്ഞു. പക്ഷേ പിന്നെയും 6 ദിവസം കൂടി ഇവൻ ഒന്ന് ലേറ്റ് ആയി. എന്താടാ വരാൻ വൈകേ? എന്ത് ചെയ്യായിരുന്നു നീ അവിടെ? ഇപ്പൊ ആകെ ഉറക്കത്തിന്റെ മൂടും ഉറക്കവും പിന്നെ ഇത് നല്ല ടേസ്റ്റും ഉണ്ട്. അതാണ് കേക്ക് അല്ലേ? കേക്ക്. ഇനി അവിടെ പോണം ചെറുവി പറഞ്ഞോ. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി. ഓക്കെ, അപ്പൊ എല്ലായിടത്തും ടാറ്റ പറഞ്ഞേ. See you. Bye bye. Good night പറ.